ഹലോ നമസ്കാരം, ഞാൻ രമേഷ് പി നായർ. വീടുകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും മെട്രോ ലാൻഡ് റിയൽറ്റേഴ്സിൻ്റെ പുതിയൊരു ഹോം ടൂറിലേക്ക് സ്വാഗതം. വീട് എന്നുള്ളത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് എല്ലാവർക്കും യാഥാർത്ഥ്യമാകുന്നതിന് ഞങ്ങളും ഒരു നിമിത്തമാവട്ടെ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എറണാകുളം ജില്ലയിൽ കൂനമ്മാവിനടുത്ത് കൊങ്ങോർപ്പിള്ളി എന്ന ലൊക്കേഷനിലുള്ള 4.5 സെൻറ്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 5 അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഒരു പുതുപുത്തൻ വീടാണ്. ഇടപ്പള്ളി ലുലു മാളിലേക്ക് വെറും 11 കിലോമീറ്ററും കൂനമ്മാവിലേക്ക് 1.5 കിലോമീറ്ററും കൊങ്ങോർപ്പിള്ളി ജംഗ്ഷനിലേക്ക് ഇവിടെ നിന്നും വെറും 500 മീറ്ററും ആലുവ ടൗണിലേക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് വെറും 8 കിലോമീറ്ററുമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ദൂരം. നഗരത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്കും വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മാർക്കറ്റ്, സ്കൂൾ, ഹോസ്പിറ്റൽ, ആരാധനാലയങ്ങൾ, ബാങ്ക് എന്നീ എല്ലാവിധ സൗകര്യങ്ങളും വളരെ അടുത്തായി തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. വളരെ ശാന്തമായ ഒരു ചുറ്റുപാടിലും മാലിന്യമുക്തമായ ഒരു അന്തരീക്ഷത്തിലും പ്രകൃതി രമണീയമായ ഒരു ഏരിയയിലുമാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. കൊച്ചി നഗരത്തിൻ്റെ ഏറ്റവും ആകർഷണീയമായ ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീടിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ ഓരോ വർക്കുകളും അതിസൂക്ഷ്മതയോടെയും കൃത്യതയോടെയുമാണ് ഈ വീടിൻ്റെ ഉടമ നിർവഹിച്ചിട്ടുള്ളത്. ഈ വീടിൻ്റെ മുന്നിലൂടെ അതിവിശാലമായ ഒരു ടാറിംഗ് റോഡാണ് കടന്നു പോകുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. ഈ വീടിന് നല്ലൊരു കോമ്പൗണ്ട് വാൾ കൊടുത്ത് മുൻഭാഗത്തായി ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിന് നല്ലൊരു കളർ കോമ്പിനേഷൻ കൊടുത്ത് വൈറ്റും ഗ്രേയും കളറുകളിൽ ടെക്സ്ചർ വർക്കുകളും ചെയ്ത് വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ വീടിൻ്റെ മുൻഭാഗത്തായി LED ലൈറ്റുകളും അതുപോലെ സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലും അതിനിടയിൽ ടഫ് ആൻഡ് ഗ്ലാസും എല്ലാം കൊടുത്ത് കാണാൻ കണ്ണിന് വളരെ കുളിർമയേകുന്ന രീതിയിലുള്ള മനോഹരമായ ഒരു നല്ലൊരു എലിവേഷനാണ് ഈ വീടിൻ്റെ മുൻഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചാൽ മുറ്റത്ത് നാച്ചുറൽ സ്റ്റോൺ വിരിച്ച് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് വളരെ മനോഹരമാക്കി പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു മുറ്റമാണ് നമുക്ക് ഇതിൻ്റെ മുൻഭാഗത്തായി കിട്ടുന്നത്. വിശാലമായ ഈ മുറ്റത്ത് 3 വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിലാണ് ഈ മുറ്റം നിർമ്മിച്ചിട്ടുള്ളത്. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ മുൻഭാഗത്തായി ഗ്രാനൈറ്റ് വിരിച്ച വിശാലമായ മനോഹരമായ ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ കിട്ടുന്നത്. 2 സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 പില്ലറുകളിലും ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. മുൻഭാഗത്തായി തേക്കിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു സിംഗിൾ ഡോറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീടിനകത്തേക്ക് പ്രവേശിച്ചാൽ വളരെ വിശാലമായ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ലിവിങ് സ്പേസിൻ്റെ മുകൾ ഭാഗത്തായി സീലിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി ബ്യൂട്ടിഫുൾ ആക്കി വെച്ചിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ലിവിങ് ഏരിയയുടെ ഈ ഭാഗത്തായി ഒരു പാർട്ടീഷൻ കൊടുത്ത് അതിനിടയിൽ ഫ്ലവർ ഷോക്കേസ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള LED ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുള്ള മനോഹരമായ ഒരു പാർട്ടീഷനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വിശാലമായ ഒരു ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഭാഗത്തായി നല്ലൊരു വാഷ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ നിറയെ സ്റ്റോറേജ് ഏരിയ ലഭിക്കുന്നുണ്ട്. ചുമരുകളിൽ ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു വാഷ് യൂണിറ്റാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയായി 3 പാളികളുള്ള
ക്രോക്കറി ഷെൽഫുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനടിയിൽ നിറയെ സ്റ്റോറേജ് ഏരിയയും കൊടുത്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്ന് നോക്കിയാൽ ഈ ഭാഗത്തായി വളരെ ഭംഗിയുള്ള ഒരു ഓപ്പൺ കിച്ചണാണ് നമുക്ക് കിട്ടുന്നത്. ഓപ്പൺ കിച്ചൻ്റെ മുകളിലായി ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയായി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് പ്രവേശിച്ചാൽ ഫ്ലോറിങ്ങിലെല്ലാം വുഡ് പാനൽ ടൈപ്പിലുള്ള ടൈലുകളാണ് ഇവിടെ പാകിയിരിക്കുന്നത്. വളരെ ഭംഗിയുള്ള ഒരു ഫ്ലോറിംഗ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. താഴെയും മുകളിലുമായി നിറയെ സ്റ്റോറേജ് ഏരിയയുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കിച്ചൺ ടോപ്പായി കൊടുത്തിട്ടുള്ളത് ഗ്രാനൈറ്റിലാണ്. ഇവിടെയാണ് സിങ്കിൻ്റെ സ്ഥാനം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിച്ചൺ കബോർഡ് വർക്കുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ അടിയിലായി ധാരാളം സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇൻവെർട്ടറും മറ്റും വയ്ക്കുന്നതിന് സൗകര്യപ്രദമായ രീതിയിലാണ് ഈ സ്റ്റോറേജ് ഏരിയ നിർമ്മിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. വളരെ വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂമാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായി ധാരാളം വാൾഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. മുകളിൽ സീലിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്ത് വളരെ മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. വിശാലമായ ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഇവിടെയാണ് അതിവിശാലമായ മറ്റൊരു മാസ്റ്റർ ബെഡ്റൂം കിട്ടുന്നത്. ഇവിടെയും വാൾഡ്രോബുകൾ കൊടുത്തിട്ടുണ്ട്. നിറയെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാൾഡ്രോബാണ് ഇവിടെയും നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിൻ്റെ മുകളിലായി സീലിംഗ് വർക്കുകൾ ചെയ്ത് LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായി മനോഹരമായ ഒരു വാഷ്റൂം കിട്ടുന്നത് ഇവിടെയാണ്. ഇനി നമുക്ക് മുകളിലേക്ക് പ്രവേശിക്കാം. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് വിരിച്ച് ഹാൻഡ് റെയിലിൽ വുഡ് വർക്ക് ചെയ്ത് വളരെ മനോഹരമാക്കി വച്ചിട്ടുള്ള ഒരു സ്റ്റെയർ കേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുകളിലേക്ക് കടന്നു വന്നാൽ അത്യാവശ്യം വിശാലമായ ഒരു അപ്പർ ലിവിംഗ് ഏരിയയാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്നും ബെഡ്റൂമിലേക്ക് കടക്കാം. ഇവിടെയാണ് മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം. നല്ല വിശാലമായ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ബെഡ്റൂമിൻ്റെ മുകളിലും സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷ്റൂമിൻ്റെ സ്ഥാനം. ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഈ വീടിൻ്റെ നാലാമത്തെ ബെഡ്റൂം ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും മറ്റൊരു മാസ്റ്റർ ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. ഈ വീട്ടിലെ അഞ്ചാമത്തെ ബെഡ്റൂമിൻ്റെ സ്ഥാനം ഇവിടെയാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നത്.
ഈ ബെഡ്റൂമിൽ നിന്നും ഒരു എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ബാൽക്കണിയിലേക്കാണ്. വിശാലമായ ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. വളരെ ഭംഗിയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ബാൽക്കണിയാണ് നമുക്ക് ഈ വീടിൻ്റെ മുൻഭാഗത്തായി കിട്ടുന്നത്. ഈ ഫ്രണ്ട് ബാൽക്കണിയിൽ നിന്നാൽ മറ്റുള്ള വീടുകളും റോഡും മുറ്റവും എല്ലാം നമുക്ക് നന്നായി കാണാൻ സാധിക്കുന്നതാണ്. വളരെ മനോഹരമായിട്ടാണ് ഈ ബാൽക്കണി പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഈ ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽ സ്റ്റീലിൻ്റെ സ്ക്വയർ ട്യൂബിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. താഴെ ഡിസൈൻ വർക്കുള്ള ടഫ്ലൻ ഗ്ലാസുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പർ ലിവിംഗ് ഏരിയയിൽ നിന്ന് മറ്റൊരു എൻട്രൻസ് കൊടുത്തിട്ടുള്ളത് ഒരു യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ്. യൂട്ടിലിറ്റി ഏരിയയും ഫ്ലോറിങ്ങിൽ ടൈൽ വർക്കുകളെല്ലാം ചെയ്ത് വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം. ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ട്രസ് വർക്ക് ചെയ്ത് നമുക്ക് ഇതൊരു യൂട്ടിലിറ്റി റൂമായി എടുക്കാവുന്നതാണ്. ഇവിടെ നിന്നും മുകളിലേക്ക് പോകുന്നതിന്, ഓപ്പൺ ടെറസിലേക്ക് പോകുന്നതിനായി ഒരു സ്റ്റെയർ കേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ കൂനമ്മാവിനടുത്ത് കൊങ്ങൂർപ്പിള്ളി എന്ന ലൊക്കേഷനിൽ 4.5 സെന്റ് സ്ഥലത്ത് 1900 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളോടുകൂടി വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ഈ പുതുപുത്തൻ വീടിന് ഉടമ ചോദിക്കുന്ന വില 75 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഈ സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനും ഈ വീട് വാങ്ങുന്നതിനും മറ്റു വീടുകളെക്കുറിച്ച് അറിയുന്നതിനും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റൊരു വീടോ സ്ഥലമോ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയോ ആണ് വേണ്ടതെങ്കിൽ, നിങ്ങളുടെ മറ്റേതെങ്കിലും ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായി ഉണ്ടെങ്കിൽ ഇതുപോലെ ചിത്രീകരിച്ച് ഞങ്ങളുടെ ചാനലിൽ അഡ്വർടൈസ് ചെയ്യുന്നതിന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ നമ്പറിൽ വിളിക്കാവുന്നതാണ്. മറ്റൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും മുഴുവനായി കാണുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും OLX-ലും ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. നമസ്കാരം.